ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നേരത്തെ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്കിടയിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയും നയപരിപാടികളെയും അതികണിശമായി എതിർക്കുന്നവരാണ് ഞങ്ങൾ CPIM. പക്ഷേ മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷിയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പറയേണ്ടെന്ന് കരുതിയാണ്, അദ്ദേഹം പറയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. മുസ്ലിം ലീഗിന്റെ നയപരിപാടികളെ അതിശക്തമായി എതിർക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് കൂട്ടി പറയുന്നത് എന്തൊരു നെറുകേടാണ്. അങ്ങനെ പറയരുത്. അത് ഞാൻ ബഹുമാനത്തോടെ BJP നേതാവിനോട് പറയും, നിങ്ങൾ അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണോ? അല്ല. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുക, അതിന് പകരം വ്യംഗ്യാർത്ഥത്തിൽ ജിന്നയുടെ ലീഗ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ധ്വനി എന്താണ്? അങ്ങനെയല്ല രാഷ്ട്രീയ എതിരാളികളെ എതിർക്കേണ്ടത്, വസ്തുത പറഞ്ഞിട്ടാണ്. മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ നിങ്ങൾ പറഞ്ഞു, നിലമ്പൂര്, വണ്ടൂര്, അതുപോലെ ഏറനാട്. അതിനെന്താ പ്രശ്നം? നിലമ്പൂരും വണ്ടൂരും മത്സരിക്കുന്ന പോലും കോൺഗ്രസ് ആണ്, ലീഗല്ല. നിങ്ങൾ ബോധപൂർവം ഈ ചർച്ചയിലേക്ക് ലീഗിനെയും അതുവഴി മുസ്ലിം ന്യൂനപക്ഷത്തെയും കൊണ്ടുവന്ന് ഇതിനൊരു വർഗീയ നിറം ഇപ്പോഴേ ചാർത്തി വെക്കുകയാണ്. അങ്ങനെയല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2, തിരുവനന്തപുരത്തെ കാര്യം ഇവിടെ പറഞ്ഞു. അതെനിക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തോട് വിയോജിപ്പാണ്. തിരുവനന്തപുരം നിലവിൽ കോൺഗ്രസ് വിജയിച്ച സീറ്റാണ്. കഴിഞ്ഞ തവണ ചരിത്രത്തിൽ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്ത് വന്നു. ആ സാഹചര്യമൊക്കെ ഇപ്പം മാറിപ്പോയിരിക്കുന്നു. അവിടെയും രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാൽ പ്രത്യേകമായി മതനിരപേക്ഷ ചേരിയോ കോൺഗ്രസോ ശക്തിപ്പെടുന്ന സ്ഥിതിയില്ല. വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, ബാംഗ്ലൂരിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നുണ്ടെങ്കിൽ അതേ സീറ്റിൽ നരേന്ദ്രമോദിയുമായി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നാൽ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്, അത് കോൺഗ്രസിന്, മതേതര ചേരിക്ക് ചിലപ്പോൾ ഒരു ഉണർവ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കാൽപ്പനിക ഭംഗിയെ നമുക്ക് ശരിവെക്കാൻ കഴിഞ്ഞേക്കും. ഒടുവിലായി അദ്ദേഹം ഇവിടെ CPIMന്റെ നയസമീപനങ്ങൾ, കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കാന്ന് വരെ പറഞ്ഞു, ഇവർ കേട്ടില്ലല്ലോ, ഞങ്ങൾ എന്തൊരു മോശക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഇത് നമ്മുടെ സൗഹൃദ സംഭാഷണത്തിന്റെയോ അമ്മായി വർത്താനത്തിന്റെയോ കാര്യമല്ല, ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കുന്നവരാണ് ബഹുമാന്യനായ സുരേഷ് ബാബു. അങ്ങയെ ഞാൻ ബഹുമാനിക്കുമ്പോൾ തന്നെ അങ്ങയുടെ രാഷ്ട്രീയ നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. ഞാൻ അതാണ് കൃത്യമായി നേരത്തെ ചർച്ചയിൽ പറഞ്ഞത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയാവകാശം കുത്തക കമ്പനികൾക്ക് കൊടുത്ത ആ നയമുണ്ടല്ലോ, നിങ്ങളുടെ നയം, അതേ നയമാണ് BJP പിന്തുടരുന്നത്. ഞങ്ങൾക്ക് അതിനോട് എതിർപ്പാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്ന നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡും FACT HOC ഉൾപ്പെടെ വിൽക്കുന്ന നയമുണ്ടല്ലോ, ഇപ്പോൾ BJP പിന്തുടരുന്ന നിങ്ങളുടെ പഴയ നയം, ഞങ്ങൾക്ക് അതിനോട് എതിർപ്പാണ്. കാർഷിക മേഖലയെ ആത്മഹത്യാ ഭൂമിയാക്കിയ നയമുണ്ടല്ലോ, അതിനോട് എതിർപ്പാണ്. ഈ നയപരമായ എതിർപ്പ് നമുക്കിടയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പിന്തുണ വാങ്ങി ഞങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാനാവുക? ഞങ്ങൾക്ക് അതിനുള്ള ത്രാണിയുള്ള കാലത്തെ ഞങ്ങൾ ഭരിക്കൂ. പ്രധാനമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി വീടില്ല. നിങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ തരുമ്പോഴും മന്ത്രിസ്ഥാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി വിരോധമുള്ളതുകൊണ്ടല്ല, നമ്മുടെ നയങ്ങളിൽ ഈ വൈരുദ്ധ്യമുണ്ട്. എന്നാൽ BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP എന്ന അത്യപകടത്തെ മാറ്റി നിർത്താൻ നിങ്ങളെയും പിന്തുണയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധമാവും. അത് രാജ്യ താല്പര്യമാണ്. നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ. അന്ന് നമ്മൾ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയല്ലോ. അന്ന് രാജ്യത്ത് ഒരുപാട് നേട്ടങ്ങൾ അതുവഴി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലും രാജ്യത്ത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ, അവിടെ ഞങ്ങൾക്ക് 1000 വോട്ടാണെങ്കിൽ 1000 വോട്ട്, 5000 വോട്ടാണെങ്കിൽ 5000 വോട്ട്, എത്രയായാലും നിങ്ങളും BJPയും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലാണ് വരുന്നതെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അത് നിങ്ങൾ ഞങ്ങളെ കുറെ ചീത്ത പറഞ്ഞാലും ചെയ്യും. അത് ഈ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ നയങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല. ദയവായി അങ്ങ് അത് മനസ്സിലാക്കണം. പിന്നെ വിട്ടുവീഴ്ചയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചില സ്റ്റേറ്റിലൊക്കെ, ഇപ്പൊ തമിഴ്നാട്ടിലെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലാണ് നമ്മളൊക്കെ മത്സരിക്കുന്നത്. അത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ശക്തിയുള്ള ഇടത്തെ കാര്യമാണ് ഇവിടെ ബെഗുസരായ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോഴും രാഷ്ട്രീയമായ ഒരു ഈഗോ ഉണ്ട്. നിങ്ങൾ അടിപതറി വീണിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എഴുന്നേൽക്കട്ടെ, ഞാൻ ആശംസിക്കുന്നു. പക്ഷെ വീണിരിക്കുന്നു, 44 സീറ്റിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. പക്ഷെ ആ ഈഗോ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ സ്വയം തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാം. ശരി, അവിടെ ശ്രീ CR ദൈലേട്ടൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴും എന്താണ് മുൻപിലുള്ള